ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈക്രോടെക്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾ തമിഴിലൊക്കെ ശ്രദ്ധിച്ചു കാണും, ഒരു ഹോം മെയ്ഡ് PVC പൈപ്പ് ഫിൽറ്റർ ആണ്. അതായത് വീട്ടിൽ തന്നെ PVC പൈപ്പ് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ഫിൽറ്റർ. ഇപ്പോൾ സമ്മർ സീസൺ ആയാലും റെയിനി സീസൺ ആയാലും എല്ലാവരുടെയും വീട്ടിലൊരു പ്രശ്നമാണ് ടാങ്കിലെ വെള്ളം നമുക്ക് കലങ്ങി വരല്. അപ്പോൾ അതിനുള്ളൊരു ബെസ്റ്റ് സൊല്യൂഷൻ ആണ് നമ്മുടെ ഈ വാട്ടർ ഫിൽറ്റർ. കാരണം നമ്മൾ പുറത്തു നിന്ന് വാങ്ങുന്ന എല്ലാ ഫിൽറ്ററിലും കെമിക്കൽ വസ്തുക്കളാണ് ഫിൽട്രേഷന് വേണ്ടി ഉപയോഗിക്കുക. പക്ഷെ നമ്മുടെ ഈ ഫിൽറ്ററിൽ 100% നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള വസ്തുക്കളാണ് ഫിൽട്രേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവൻ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാനായി താഴെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുന്നതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്താൽ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് നമ്മുടെ വാട്ടർ ഫിൽറ്റർ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ നോക്കാം. ഒന്നാമത്തേത് 4 ഇഞ്ച് PVC പൈപ്പിൻ്റെ ഏകദേശം 75 മുതൽ 80 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള ഇതുപോലെയുള്ളൊരു പീസ്. ഇതാണ് നമ്മൾ വാട്ടർ പ്യൂരിഫയിങ് സെക്ഷനായിട്ട് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തേത് 4 ഇഞ്ച് പൈപ്പിൽ നിന്ന് 1 ഇഞ്ച് പൈപ്പിലേക്കുള്ള 2 റെഡ്യൂസറുകൾ. അപ്പോൾ എനിക്ക് 4 ഇഞ്ച് പൈപ്പിൽ നിന്ന് 1 ഇഞ്ചിലേക്കുള്ള ഡയറക്റ്റ് റെഡ്യൂസർ കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ 4 ഇഞ്ചിൽ നിന്ന് 2 ഇഞ്ചിലേക്കുള്ള റെഡ്യൂസറും അതിലേക്ക് ഒരു ബുഷ് ഇട്ടുമാണ് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ ടാങ്കിൽ നിന്ന് വരുന്ന പൈപ്പിലേക്ക് നമ്മുടെ പ്യൂരിഫയിങ് സെക്ഷൻ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. മൂന്നാമത്തേത് ഇതുപോലുള്ള ഒരു സ്റ്റീൽ നെറ്റ്. നമുക്ക് നമ്മുടെ പ്യൂരിഫയറിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ഇടാൻ വേണ്ടിയാണ്. പിന്നെ നമുക്ക് ഇതുപോലുള്ള ഒരു ഫൈബർ നെറ്റിൻ്റെ പീസുമാണ് ആവശ്യമായത്. കാരണം നമ്മൾ പ്യൂരിഫയറിൻ്റെ ഉള്ളിലേക്ക് ഓരോ മെറ്റീരിയലും ഫില്ല് ചെയ്യുമ്പോൾ അതിനെ സെപ്പറേറ്റ് ആയിട്ട് നിർത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ ഫൈബർ നെറ്റ് ഉപയോഗിക്കുന്നത്. പിന്നെ 2 4 ഇഞ്ചിൻ്റെ ക്ലാമ്പ്. ഇനി നമുക്ക് നമ്മുടെ വാട്ടർ ഫിൽറ്ററിലേക്ക് ഫില്ല് ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ നോക്കാം. അപ്പോൾ ഒന്നാമത്തേത് നമ്മുടെ ഇഷ്ടിക ക്യൂബ് പോലെയുള്ള പീസുകളായി പൊട്ടിച്ചത്. രണ്ടാമത്തേത് ബേബി മെറ്റല്. മൂന്നാമത്തേത് നമ്മുടെ ചിരട്ടക്കരി പൊടിച്ചത്. പിന്നെ നമുക്ക് 2 ടൈപ്പ് പൂയി മണലാണ് ആവശ്യമായത്. ഒന്ന് സ്മൂത്ത് ആയിട്ടുള്ളതും ഒന്ന് റഫായിട്ടുള്ളതും. ഇനി നമുക്ക് നമ്മുടെ വാട്ടർ ഫിൽറ്റർ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഫൈബർ നെറ്റ് എടുത്തിട്ട് നമുക്ക് 4 ഇഞ്ച് പൈപ്പിലേക്ക് ഇറക്കി വെച്ചെടുക്കാൻ പാകത്തിനായി സർക്കിൾ ഷേപ്പിൽ മുറിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലുള്ള ഏകദേശം ഒരു 5 പീസുകളാണ് നമുക്ക് ആവശ്യമായി വരുന്നത്. അതിനുശേഷം നമുക്ക് റെഡ്യൂസർ എടുത്തിട്ട് അതിലേക്ക് ബുഷ് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബുഷ് കണക്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ റെഡ്യൂസർ നമ്മുടെ 4 ഇഞ്ച് പൈപ്പിൻ്റെ ഒരു വശത്ത് ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നല്ല ടൈറ്റ് ആയിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തതായി നമുക്ക് നമ്മുടെ പൈപ്പിലേക്ക് നമ്മുടെ മെറ്റീരിയൽസ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. മെറ്റീരിയൽസ് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായി ആദ്യം തന്നെ നമുക്ക് നമ്മുടെ സ്റ്റീലിൻ്റെ നെറ്റ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം. സ്റ്റീലിൻ്റെ നെറ്റ് പീസ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫൈബറിൻ്റെ ഒരു നെറ്റ് പീസും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. കാരണം നമ്മൾ ഫില്ല് ചെയ്യുന്ന വസ്തുക്കൾ താഴേക്ക് ഇറങ്ങി പോകാതിരിക്കാനാണ് നമ്മൾ ഈ 2 നെറ്റ് അടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇപ്പം നമ്മൾ ഫൈബറിൻ്റെ നെറ്റിൻ്റെ പീസും ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അടുത്തതായി നമുക്ക് ഇതിലേക്ക് മെറ്റീരിയൽസ് ഫില്ല് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം ഫില്ല് ചെയ്യേണ്ടത് നമ്മുടെ ഇഷ്ടിക ക്യൂബായി പൊട്ടിച്ചതാണ്. അപ്പോൾ ഓരോ വസ്തുക്കളും ഏകദേശം 10 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വേണം ഫില്ല് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഇഷ്ടിക ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായി ഫില്ല് ചെയ്യേണ്ടത് നമ്മുടെ ബേബി മെറ്റലാണ്. അപ്പോൾ അത് നമുക്കിപ്പോൾ ഏകദേശം 10 സെൻറ്റിമീറ്ററോളം ഫില്ല് ചെയ്യണം. അപ്പോൾ എല്ലാ മെറ്റീരിയലും ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നല്ലവണ്ണം കഴുകി എന്ന് ഉറപ്പാക്കണം.
പിന്നെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഫൈബറിൻ്റെ നെറ്റ് പീസ് ഇതിന് അകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അടുത്തായി നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ചിരട്ടക്കരി പൊടിച്ചതാണ്. അതിനുശേഷം വീണ്ടും ഫൈബറിൻ്റെ നെറ്റ് പീസ്. ഇങ്ങനെ ഓരോ മെറ്റീരിയൽ ഇടുമ്പോഴും അതിനെ സെപ്പറേറ്റായി നിർത്താൻ വേണ്ടി നമ്മൾ ഓരോ പീസുകൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ നമ്മുടെ പൂഴിമണലിലെ റഫായിട്ടുള്ളതും സ്മൂത്തായിട്ടുള്ളതും സെപ്പറേറ്റ് ആയിട്ട് ഓരോ നെറ്റ് ഇട്ട് കൊടുത്തത് ഫില്ല് ചെയ്ത് കൊടുക്കണം. നമുക്കത് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ മെറ്റീരിയലും നമ്മുടെ പ്യൂരിഫയറിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ മെറ്റീരിയലും ഫില്ല് ചെയ്തതിന് ശേഷവും ഏകദേശം ഒരു 10-15 സെൻറ്റിമീറ്ററോളം നമ്മൾ ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കണം. കാരണം അതിലേക്ക് നമ്മൾ വെള്ളം ഇതിൽ സ്റ്റോർ ചെയ്ത് നിൽക്കാൻ വേണ്ടിയാണത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലത്തെയും റെഡ്യൂസർ നമുക്ക് ഇതിന്മേൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫിൽറ്ററിൻ്റെ മേക്കിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എത്രത്തോളം എഫക്റ്റീവാണ് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർ ഫിൽട്രേഷൻ സിസ്റ്റം. അപ്പോൾ ഇതിലൂടെയാണ് എൻ്റെ വീട്ടിലേക്ക് ടാങ്കിൽ നിന്ന് വെള്ളം പോകുന്നത്. അപ്പോൾ ടാങ്കിൽ നിന്ന് വെള്ളം പോകുന്ന പൈപ്പിൻ്റെ ഇടയിലായിട്ട് വേണം നമ്മൾ ഉണ്ടാക്കിയെടുത്ത വാട്ടർ ഫിൽറ്റർ ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ ഈ സെൻറ്ററിലത്തെ വാൾവ് ക്ലോസ് ചെയ്യണം. കാരണം ഫിൽറ്ററിങ് നടക്കുന്നതിന് മുമ്പ് ഒരു കാരണവശാലും ആ വെള്ളം നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന ലൈനിലേക്ക് പോകാൻ അനുവദിക്കരുത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ സെൻറ്ററിലത്തെ വാൾവ് ക്ലോസ് ചെയ്യണം. സെൻറ്ററിലത്തെ വാൾവ് ക്ലോസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബാക്ക് വാഷ്, ഫ്രണ്ട് വാഷ് വാൾവുകളും ക്ലോസ് ചെയ്യണം. അപ്പോൾ അതിനുശേഷം ഫിൽറ്ററിലേക്കുള്ള ഈ വാൾവ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം നേരെ ഫിൽറ്ററിലേക്ക് എത്തുകയും ഫിൽറ്ററിങ് ആക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് പിന്നീട് വരുന്ന വെള്ളം ഏറ്റവും താഴത്തെ വാൾവ് ഓപ്പൺ കൊടുത്ത് നമ്മുടെ മെയിൻ ലൈനിലേക്ക് കണ്ടിന്യൂ ചെയ്യിപ്പിക്കാൻ സാധിക്കും. ഈ പ്രോസസ്സ് 3-ാം ദിവസം റിപ്പീറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഫിൽറ്ററിൻ്റെ അകത്ത് വെച്ച നെറ്റിൻ്റെ ഇടയിലും മറ്റുമായി അഴുക്ക് വന്നുകൂടും. ഈ അഴുക്കിനെ കളയാൻ ഉള്ളൊരു മെത്തേഡാണ് ബാക്ക് വാഷിംഗ് മെത്തേഡ്. അതെങ്ങനെയാണ് ചെയ്യുക എന്ന് വെച്ചാൽ അതിനു വേണ്ടി ആദ്യം തന്നെ ഫിൽറ്ററിലേക്കുള്ള വാൾവ് ക്ലോസ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഏറ്റവും താഴത്തെ വാൾവും ക്ലോസ് ചെയ്യണം. കാരണം ബാക്ക് വാഷിംഗ് ചെയ്യുമ്പോൾ വരുന്ന ചെളി വെള്ളത്തിൽ നമ്മളെ വീട്ടിലേക്ക് പോകാൻ അനുവദിക്കരുത്. അതിനുവേണ്ടി അപ്പോൾ ഏറ്റവും താഴത്തെ വാൾവും ക്ലോസ് ചെയ്യണം. ആ വാൾവ് ക്ലോസ് ചെയ്തതിന് ശേഷം സെൻറ്ററിലത്തെ വാൾവ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ വെള്ളം ഈ ഒരു ഡയറക്ഷനിലാണ് ടാങ്കിൽ നിന്ന് ഫിൽറ്ററിലേക്ക് എത്തുക. ഫിൽറ്ററിലേക്ക് താഴെ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ ഫിൽറ്ററിലെ ഉള്ളിലുള്ള ചെളി ആ വെള്ളത്തോടൊപ്പം മിക്സ് ചെയ്യും. പിന്നെ വരുന്ന ആ ചെളി വെള്ളത്തെ നമ്മുടെ ഈ ചെറിയ വാൾവ് ഓപ്പൺ ചെയ്ത് നമ്മൾ പുറത്തേക്ക് കളയുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫിൽറ്റർ ക്ലീൻ ചെയ്യുക. ഇനി ഈ ഫിൽറ്ററിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ ഈ വാൾവുകളൊക്കെ ക്ലോസ് ചെയ്താൽ നമുക്കത് സാധാരണ പോലെ നമ്മുടെ വീട്ടിലേക്ക് ടാങ്കിൽ നിന്ന് വെള്ളത്തെ എത്തിക്കാൻ കഴിയുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നമുക്ക് ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെയും നമ്മുടെ ഫിൽറ്ററിങ് ആക്ഷൻ
കഴിഞ്ഞ് ഔട്ട്പുട്ട് വരുന്ന വെള്ളത്തിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഫിൽറ്ററിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ചെറിയ വാൾവിലൂടെയാണ് വെള്ളം ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അതായത് ടാങ്കിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന വെള്ളമാണ് നമുക്ക് ആ വാൾവിലൂടെ ലഭിക്കുക. ഇനി നമുക്ക് ഫിൽറ്ററിംഗ് ആക്ഷൻ കംപ്ലീറ്റ് ചെയ്തു വരുന്ന വെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് ആക്കി നോക്കാം. അപ്പോൾ നമ്മൾ 2 വെള്ളം ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാകുന്നതാണ് നമ്മുടെ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെയും ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ട് നിന്ന് ലഭിക്കുന്ന വെള്ളത്തിൻ്റെയും വ്യത്യാസം. അപ്പോൾ ഇതാണ് നമ്മൾ ടാങ്കിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന വെള്ളം. ഇത് നമ്മൾ ഫിൽറ്ററിൽ നിന്ന് ഔട്ട്പുട്ടായി വരുന്ന വെള്ളവുമാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ കൂടി ഇനാബിൾ ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്താൽ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഒരു ഗുഡ് ബൈ.